ഹേ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതാണ്. ഉപ്പുമാങ്ങ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ അച്ചാർ ഉണ്ടാക്കാൻ പോണത്. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട് ഏകദേശം 1 മാസമായി കാണും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചുരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലെ ഉപ്പുവെള്ളം നമ്മൾ ഊറ്റി വെക്കാൻ കേട്ടോ. ഈ ഉപ്പുവെള്ളം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. ഈ നേരത്തെ പൊടിയിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ടെടുത്ത് ഈ ഉപ്പുവെള്ളം കൂടെ കുറച്ച് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ചട്ടി എടുത്തത് നല്ലോണം ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നല്ലെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോണ്ടല്ലേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇടണേ, കരിയാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ഉപ്പുമായും കൂടെ അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം ഉണ്ട്. എന്താണെന്നല്ലേ, കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ എടുത്ത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഉലുവ ഒരു 1/2 സ്പൂണും കടുക് ഒരു 4 സ്പൂണും എടുത്തിട്ടൊന്ന് ജസ്റ്റ് ചട്ടിയിലിട്ട് ഇങ്ങനെ ചൂടാക്കി അതിനെ ഒന്ന് പൊടിച്ചെടുത്താട്ടോ ഞാൻ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു സാധനമല്ലേ ഉപ്പ് വെള്ളം, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല തിക്കായിട്ട് കിട്ടണം, കട്ടിക്ക് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ കുറച്ചു നേരം വെക്കുമ്പോൾ തന്നെ കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പൊ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.